പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ സർവശക്തനായ ദൈവം ഒരുക്കിയ വിലയേറിയ അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം വാക്യം. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണ്. അവിടുന്ന് ഈ ലോകത്തിലേക്ക് വന്ന് ദൈവം തന്നെ ഏൽപ്പിച്ച ആ മഹത്തായ ദൗത്യത്തിൻ്റെ പൂർത്തീകരണം അടുത്തു വരുന്ന സമയത്ത് താൻ ക്രൂശിലേക്ക് മരിക്കാനായി പോവുകയാണ്. സകല ലോകത്തിൻ്റെയും പാപത്തിന് വേണ്ടി താൻ മരിക്കാനായി പോവുകയാണ്. അങ്ങനെ തൻ്റെ നിയോഗം പൂർത്തീകരിച്ച് സകലവും നിവൃത്തിയായി പിതാവിൻ്റെ അടുക്കിലേക്ക് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് താൻ പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുവാനുള്ള സമയം വന്നിരിക്കുമ്പോൾ തൻ്റെ ശിഷ്യന്മാരെ വിട്ട് പിരിയുന്ന ഈ സമയത്ത് അവരുടെ ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാനായി കർത്താവ് സംസാരിച്ച വാക്കുകളാണ് നാം വായിച്ചു കേട്ടത്. നിശ്ചയമായും യേശു കർത്താവിന് അറിയാമായിരുന്നു താൻ ഈ ലോകത്തു നിന്ന് വേർപെട്ടു പോകുമ്പോൾ തൻ്റെ ശിഷ്യന്മാർക്ക് അത് താങ്ങാൻ കഴിയില്ല. അവരുടെ ഹൃദയം കലങ്ങിപ്പോകും. അതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുവാൻ, ഉറപ്പിക്കുവാൻ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞത്. മനുഷ്യരായ നമ്മുടെ ഹൃദയം വേഗത്തിൽ കലങ്ങിപ്പോകുവാനിടയായിത്തീരും. ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ വരുമ്പോൾ മനുഷ്യന്റെ ഹൃദയം തകരുവാനിടയാവും. ഓരോ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്ത നിലകളിലായിരിക്കാം ഇത് സംഭവിക്കുന്നത്. കുറച്ചു പേർക്ക് ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നാൽ തന്നെ പെട്ടെന്ന് അവർ ഹൃദയം കലങ്ങിപ്പോകും, അവർ വലിയ ദുഃഖത്തിലായി മാറും. എന്നാൽ ചുരുക്കം ആളുകൾ ജീവിതത്തിലെ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ പരിഗണിക്കാതെ അല്ലെങ്കിൽ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളെയും നമ്മൾ കാണാറുണ്ട്. എന്നാൽ എത്ര കരുത്തുള്ളവരാണെങ്കിലും എത്ര ബലവാന്മാരാണെങ്കിലും അനേകം ആളുകൾ തകർന്നു പോകുന്ന ചില മേഖലകളുണ്ട്. ആ മേഖലകൾ അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളെ കുറിച്ച് നാം ഇന്നിവിടെ ചിന്തിക്കാൻ പോവുകയാണ്. എത്ര കരുത്തുള്ള ആളാണെങ്കിലും ബലമുള്ള ആളാണെങ്കിലും ഹൃദയം തകർന്നു പോകുന്ന ചില സന്ദർഭങ്ങൾ മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത്തരം സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് മുന്നേറണം അല്ലെങ്കിൽ അതിൽ നിന്ന് കരകയറണമെന്നറിയാതെ ആളുകൾ ദുഃഖത്തിൽ ആഴ്ന്നു പോകാറുണ്ട്. ഇന്ന് ഞാൻ ഈ വചന ശുശ്രൂഷയിലൂടെ ഉദ്ദേശിക്കുന്നത്, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, ഇത്തരം വിഷമകരമായ സാഹചര്യങ്ങളിലൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകേണ്ടി വരുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും? ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഹൃദയത്തെ ഇങ്ങനെ ആഴമായി മുറിവേൽപ്പിക്കുന്ന കാര്യങ്ങൾ? എങ്ങനെ അതിനെ ജയിക്കാൻ പറ്റും? അല്ലെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ വന്ന് തകർന്നു പോയാൽ എങ്ങനെ തിരികെ ആത്മീക അനുഭവത്തിലേക്കും ദൈവിക ആശ്വാസത്തിലേക്കും വരാൻ കഴിയും? ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വചനം നിങ്ങളോട് പറയുന്നത്. ഇവിടെ ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം യേശുക്രിസ്തുവിന്റെ വേർപാട് അല്ലെങ്കിൽ യേശു അവരെ വിട്ടു പോകുന്നതാണ്, ഒറ്റപ്പെടലാണ് അവരുടെ പ്രശ്നം. ആ പ്രശ്നത്തിന് പരിഹാരമായിട്ട് കർത്താവ് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നത് നമ്മൾ പുറകെ ചിന്തിക്കും. എങ്കിലും പ്രാരംഭ സമയത്ത് ഈ ലോകത്തിൽ ദൈവമക്കളായ നമ്മുടെ ജീവിതത്തെ തകർക്കുന്ന, പിടിച്ചുലയ്ക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം പറയാൻ ഈ പ്രസംഗത്തിൽ സമയമില്ല. എങ്കിലും എനിക്ക് പ്രധാനമെന്ന് തോന്നിയ, നിങ്ങൾ അറിയണം എന്ന് ഞാൻ ചിന്തിക്കുന്ന ചില കാര്യങ്ങൾ മാത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് ഈ പ്രസംഗം എല്ലാവരും കാണണം.
കാരണം ഈ മെസ്സേജ് ജീവിതത്തിലെ പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ നിങ്ങളെ കരുത്തുള്ളവരാക്കും. പ്രശ്നങ്ങളിൽ അകപ്പെട്ട് ഹൃദയം തകർന്നു പോയ അനുഭവത്തിൽ നിന്ന് കരകയറുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ വചനങ്ങളിലൂടെ നമ്മെ സഹായിക്കും. അതുകൊണ്ട് എല്ലാവരും ഈ തിരുവെഴുത്ത് എല്ലാം മുഴുവനായി കാണണമെന്ന് നിങ്ങളെ ഞാൻ പ്രാരംഭമായി ഉത്സാഹിപ്പിക്കുന്നു. ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നത് വഞ്ചന എന്ന കാര്യമാണ്. വഞ്ചിക്കുക, ആളുകൾ നമ്മളെ വഞ്ചിക്കുക, വിശ്വാസ വഞ്ചന കാണിക്കുക. ഒരു വ്യക്തി തകരുന്നതിന് കാരണമായി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്, അല്ലെങ്കിൽ ഏതൊരു വിഷയം ആളുകളെ തകർക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മാരകമായ പ്രഹര ശേഷിയുള്ള ഒരു കാര്യമാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. ഒരാളുടെ ജീവിതത്തിൽ വിശ്വാസവഞ്ചന നേരിട്ടാൽ, അല്ലെങ്കിൽ ഏറ്റവും സ്നേഹിച്ച പ്രിയപ്പെട്ട ഒരാൾ വഞ്ചന കാണിച്ചാൽ, വിശ്വാസവഞ്ചന കാണിച്ചാൽ, സാധാരണഗതിയിൽ എല്ലാവരും തകർന്നു പോകും. കരുത്തുള്ളവർ, മിടുക്കന്മാരെന്ന് പറയുന്നവരൊക്കെ ആ ഒരു ഭാഗത്ത് ഹൃദയം ഉലഞ്ഞു പോകുവാനിടയായിത്തീരും. ഇപ്പൊ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളെ തകർത്ത ഒരു സംഭവമാണ് വിശ്വാസവഞ്ചന എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ തന്നെ നാം ഒന്ന് പഠിച്ചാൽ, യേശുവിന്റെ ജീവിതത്തിലും ഇത്തരം ഒരു അനുഭവത്തിലൂടെ താൻ കടന്നുപോയി. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാനിടയായി. യൂദ ഇസ്കാരിയത്താവ്. ശരിക്കും സർവശക്തനായ ദൈവമാണ് നമ്മുടെ കർത്താവ്. അവിടുന്ന് ഒരേ സമയം പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. യൂദയെ തെരഞ്ഞെടുക്കുമ്പോൾ തന്നെ കർത്താവിനറിയാം, ഇവൻ എന്നെ ഒറ്റിക്കൊടുക്കും, ഉറപ്പായിട്ടും അറിയാം. പക്ഷേ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ കർത്താവ് വന്നപ്പോൾ, അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യം മാനുഷികമായി തന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയപ്പോൾ, അത്തരം ഒരു സാഹചര്യത്തിൽ വന്നു ചേർന്നപ്പോൾ യേശു കർത്താവിന്റെ ഹൃദയം വല്ലാതെ തകരുവാനിടയായി, ഉടഞ്ഞു പോകുവാനിടയായി. അതിനെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യം. ഇത് പറഞ്ഞിട്ട് യേശു ഉള്ളം കലങ്ങി, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിന്റെ ഉള്ളം കലങ്ങുകയാണ്. ഹൃദയത്തിൽ വ്യഥയുണ്ടായി, വലിയ തകർച്ചയുണ്ടായി. കർത്താവ് പറയുന്നൊരു കാര്യമാണ്, മറ്റ് ശിഷ്യന്മാരോടായി പറയുക, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. ഇത് പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയം ഒങ്ങുകയാണ്, ഉള്ളം തകരുകയാണ്. അവിടെ വായിച്ചത് അങ്ങനെ തന്നെയാണ്. ഉള്ളം കലങ്ങി യേശു പറയുകയാണ്. കർത്താവിന്റെ ഉള്ളത്തെ പിടിച്ച് കലക്കുവാൻ ആ ഒരു സംഭവം അത്ര പ്രഹരശേഷിയുള്ള മാരകമായ മുറിവേൽപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു. ആളുകൾ ചോദിക്കും, യേശുവിനത് അറിയാമായിരുന്നല്ലോ. നിശ്ചയമായും അവിടുന്ന് ദൈവമാകിയാൽ എല്ലാം അറിയാം, ഇത് ചെയ്യുമെന്നറിയാം. പക്ഷേ അവിടുന്ന് ദൈവമായിരിക്കുമ്പോൾ തന്നെ നമ്മെ പോലെ ഒരു മനുഷ്യനും കൂടെയായിരുന്നു. ലോകത്തിൽ ഒരു മനുഷ്യനും വിശ്വാസവഞ്ചന താങ്ങുവാൻ കഴിയില്ല, വിശ്വാസവഞ്ചന സഹിക്കുവാൻ കഴിയില്ല. ഹൃദയം വല്ലാതെ തകരുവാനിടയായിത്തീരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിൽ ആളുകൾ തകർന്നിട്ടുള്ള ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്, കൂടെ നിൽക്കുന്നവർ അവരെ വഞ്ചിക്കുമ്പോഴാണ്, അവർക്കെതിരെ തിരിയുമ്പോഴാണ്, ശത്രുക്കളാകുമ്പോഴാണ്. ഇന്നലെ വരെ നമ്മുടെ കൂടെ ആത്മാർത്ഥമായി നിന്നവർ, നമ്മെ സ്നേഹിച്ചു എന്ന് നമുക്ക് തോന്നിയവർ, നമ്മൾ കരുതിയവർ, നമ്മൾ ഒത്തിരി സഹായം ചെയ്തവർ, അല്ലേ, അവരൊരു ദിവസം രാവിലെ നമുക്ക് വിരോധമായി തിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ, നമുക്കെതിരായി അവർ സംസാരിക്കുമ്പോൾ, നമുക്കെതിരായി ശത്രുപക്ഷത്ത് ചേർന്നുകൊണ്ട് നമ്മെ തകർക്കുവാൻ ഗൂഢാലോചന ചെയ്യുന്ന ഒരു വാർത്ത നമ്മൾ അറിയുന്ന ആ നിമിഷം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തകർച്ചയാണ്. നാം ഏറ്റവും അധികം തകർന്നു പോകുന്ന സമയങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ ദുഃഖകരമായ സാഹചര്യമാണ്. ദാവീദിന്റെ തന്റെ മകനായ അബ്ശാലോം തനിക്കെതിരെ കൂട്ടുകെട്ടുണ്ടാക്കുന്നു എന്നറിഞ്ഞ് ദാവീദിന്റെ ഹൃദയം തകരുവാനിടയായി. സ്വന്തം മകൻ തനിക്ക് വിരോധമായി കൂട്ടുകെട്ടുണ്ടാക്കുന്ന വാർത്ത ദാവീദ് എന്ന പിതാവിന്റെ ഹൃദയത്തെ തകർത്ത് കളയുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ലോകം അങ്ങനെയാണ്, വഞ്ചിക്കുന്ന ലോകമാണ്.
ഒറ്റപ്പെടുത്തുന്ന ലോകമാണ്. സ്വന്തം താല്പര്യം നേടുന്നതിന് വേണ്ടി, സ്വന്തം ഇഷ്ടം സാധിക്കുന്നതിന് വേണ്ടി ആരെയും വഞ്ചിക്കുന്ന, ആരെയും തകർക്കുന്ന, ആർക്കെതിരെയും നിൽക്കുന്ന നന്ദിയില്ലാത്ത ഒരു ലോകം, നന്ദിയില്ലാത്ത മനുഷ്യർ ഒത്തിരി നമ്മുടെ ചുറ്റുമുണ്ട്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ചതിക്കുന്നതും നിങ്ങൾക്ക് വിരോധമായി ഒരുപക്ഷെ നിൽക്കാൻ സാധ്യതയുള്ളതും ഒരു പക്ഷേ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരായിരിക്കാം, നിങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ചവരായിരിക്കാം, നിങ്ങൾ ഇന്ന് ഏറ്റവും കൂടുതൽ നന്മകൾ കൈപ്പറ്റിയവരായിരിക്കാം. ലോകം അങ്ങനെയാണ്. നിമിഷ നേരം കൊണ്ട് എല്ലാ ബന്ധങ്ങളും അവർ മറക്കും, എല്ലാ കാര്യങ്ങളും മറക്കും. യൂദയെ പോലെ, അബ്ശാലോമിനെ പോലെ ആളുകൾ ഇങ്ങനെ ആ പട്ടികയിൽ നിരന്ന് നിൽക്കുകയാണ്. ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങളിൽ പലർക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവർ, കരുതിയവർ നിങ്ങളെ ഉപേക്ഷിച്ചിരുന്നിരിക്കാം, നിങ്ങൾക്ക് വിരോധമായി നിന്നിരിക്കാം, നിങ്ങളെ തകർക്കുവാൻ ഗൂഢാലോചന നടത്തി നിങ്ങളുടെ ഹൃദയത്തെ മുറിപ്പെടുത്തിയിരിക്കാം. അത്തരം അനുഭവങ്ങൾ ഉള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോടൊരു ദൂത് പറയാം. ലോകം അങ്ങനെയാണ്, മനുഷ്യരങ്ങനെയാണ്. പണ്ടുള്ള കാലം മുതൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. വേദപുസ്തകത്തിലെ ഏറ്റവും ദുഃഖകരമായ കഥയല്ലേ യോസഫിന്റെ കഥ? സ്തോത്രം. സ്വന്തം സഹോദരന്മാർ അവരെ സ്നേഹിച്ച യോസഫ് അവർക്ക് വേണ്ടി ആഹാരം കൊണ്ടുപോവുകയാണ്. അവരെ അന്വേഷിച്ച് അലഞ്ഞു തിരിഞ്ഞ് അവരെ അന്വേഷിച്ചു പോയി കണ്ടെത്തി അവർക്കുള്ള ആഹാരവുമായി വരുന്ന യോസഫിനോട് അല്ലെ മനസ്സിലുണ്ടായിരുന്ന വൈരാഗ്യം, ദേഷ്യം, അസൂയ, ഇത് നിമിത്തം യോസഫിനെ ഇതാ പൊട്ടക്കിണറ്റിലിടുകയാ. അവിടുന്ന് പിടിച്ച് ഇസ്മായിലിയർക്ക് വിൽക്കുകയാ. യോസഫിന്റെ ജീവിതം അല്ലെ പ്രതിസന്ധിയിലേക്ക് പോകുകയാ. എന്നാൽ പ്രിയപ്പെട്ടവരെ, വചനം കേൾക്കുന്ന നിങ്ങളോട് ഞാനൊരു തൂതി വിളിച്ചു പറയട്ടെ. ലോകം അങ്ങനെയാ, മനുഷ്യരങ്ങനെയാ. ബന്ധങ്ങൾ മനുഷ്യൻ മറക്കും, അല്ലെ കടപ്പാടുകൾ മനുഷ്യൻ മറക്കും. സ്വന്തം ആഗ്രഹത്തിനും താല്പര്യത്തിനും സ്വാർത്ഥതയ്ക്കും വേണ്ടി മനുഷ്യൻ വല്ലാതെ ദ്രോഹിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് വചനത്തിലൂടെ പറയട്ടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളൊരു യാഥാർത്ഥ്യം അറിയണം. മനുഷ്യന്റെ ഭാഗത്തുനിന്ന്, വ്യക്തികളുടെ ഭാഗത്ത് നിന്ന്, കൂട്ടുകാരുടെ ഭാഗത്ത് നിന്ന്, കുടുംബത്തിൽ നിന്നൊക്കെ ഇത്തരം വഞ്ചനയുടെ മേഖലകൾ വരുമ്പോൾ നിങ്ങൾ തകർന്നു പോയേക്കാം. എന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, ആ തകർച്ചയിൽ നിങ്ങൾ കരകയറുവാൻ ഒരു മാർഗമുണ്ട്. ആ മാർഗം എന്താണെന്നറിയാമോ? ഒരു നാളും തള്ളിക്കളയാത്ത, ഒരു നാളും ഉപേക്ഷിക്കാത്ത, ഒരു നാളും നിങ്ങളെ അല്ലെ മറന്നു കളയാത്ത സർവശക്തനായ ഒരു ദൈവമുണ്ട്. ആ ദൈവവുമായി നിങ്ങൾക്ക് അടിയുറച്ച ഒരു ബന്ധമുണ്ടെങ്കിൽ, ഒരു കൂട്ടായ്മ നിങ്ങൾക്കുണ്ടെങ്കിൽ, ആരൊക്കെ നിങ്ങളെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ നിങ്ങളെ ഉപേക്ഷിച്ചാലും നിങ്ങൾക്ക് മുറിവുണ്ടാകത്തില്ല. അഥവാ നിങ്ങൾക്കുണ്ടാകുന്ന മുറിവുകളെ കർത്താവ് വേഗത്തിൽ പരിഹരിക്കുവാനിടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതിയപ്പോ 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, അവന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുന്നതുമല്ല. പ്രിയപ്പെട്ടവരെ, മനുഷ്യർ അവിശ്വസ്തരായി മാറിയേക്കാം, വ്യക്തികൾ അല്ലെ വിശ്വസ്തതയില്ലാതെ പെരുമാറിയേക്കാം. പക്ഷേ വിശ്വസ്തനായ ഒരു ദൈവമുണ്ട്, എല്ലാ കാലത്തും കൂടെ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, കരുതുന്ന ഒരു ദൈവമുണ്ട്, പരിപാലിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ കഴിയുമെങ്കിൽ, ആ ദൈവത്തെ ആശ്രയമാക്കാൻ കഴിയുമെങ്കിൽ, മനുഷ്യൻ നിങ്ങളിൽ ഏൽപ്പിക്കുന്ന ഈ മുറിവ് നിങ്ങൾക്ക് പരിഹരിക്കുവാനിടയായിത്തീരും. കർത്താവ് അതിനെ പരിഹരിക്കാനിടയായിത്തീരും. അതുകൊണ്ട് ദൈവത്തിൽ ആശ വെക്കുക. അപ്പോസ്തലനായ പൗലോസ് തന്നെ പറയുന്നുണ്ട്, എന്റെ 1-ാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല. ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നപ്പോൾ എല്ലാവരും കൈവിട്ടുപോയി. പക്ഷെ പൗലോസ് അവിടെ കൊണ്ട് അത് എഴുതി തീർത്തില്ല. തൊട്ട് താഴെ എഴുതി വച്ചിരിക്കുന്നു, ദൈവം എനിക്ക് തുണ നിന്നു, കർത്താവോ എനിക്ക് തുണ നിന്നു, അവൻ എന്നെ കൊണ്ട് പ്രസംഗം നിവർത്തിക്കുവാൻ ഇടയാക്കി. അവൻ വിശ്വസ്തനാണ് പ്രിയമുള്ളവരെ, അവൻ കരുതുന്നവനാണ്, അവൻ കൂടെ ഇരിക്കുന്നവനാണ്. മരണത്തിനപ്പുറം നമ്മെ കൊണ്ടുപോകുന്ന ദൈവമാണ്. ഈ ഭൂമിയിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളുടെ അടിസ്ഥാനത്തിലല്ല ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കുന്നത്. മനുഷ്യബന്ധങ്ങളൊക്കെ അകന്നു പോകുന്നത് സമ്പത്തിന്റെ ഏറ്റക്കുറച്ചിലൊക്കെയാ. പക്ഷേ നിങ്ങൾക്കൊന്നുമില്ലെങ്കിലും, നിങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിൽ പരാജയമുണ്ടെങ്കിലും കൈവിടുന്ന ഒരു ദൈവമല്ല, നിങ്ങൾക്ക് എതിരാകുന്ന ഒരു ദൈവമല്ല, വിശ്വസ്തനായി കൂടെ നിൽക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ഈ ദൈവത്തെ മുറുകെ പിടിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ദൈവം നിങ്ങളെ മാനിക്കാനിടയായിത്തീരും. നോക്കണേ, യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്തു, യേശുവിന്റെ ഹൃദയം തകർന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, സ്തോത്രം, പിതാവ് യേശുവിനെ കൈവിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, പിതാവ് എന്നെ കൈവിട്ടിട്ടില്ല. ആ പിതാവ് ആ യേശു കർത്താവിനെ ഉയർത്താനിടയായി. വചനം പറയുന്നത്, ഒരു യൂദ അവനെ ഒറ്റിക്കൊടുത്തെങ്കിലും കോടിക്കണക്കിന് മനുഷ്യർ ഇന്ന് ഈ യേശുവിന് വേണ്ടി ജീവിക്കുന്നു. ഈ യേശുവിന്റെ നാമത്തിന് വേണ്ടി എത്ര ലക്ഷങ്ങൾ ജീവൻ കൊടുത്തിരിക്കുന്നു. ജീവൻ കൊടുത്തവനെ പ്രാണതുല്യം സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ
ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ മുറിവേൽപ്പിച്ച് നിങ്ങൾക്ക് വിരോധമായി നിങ്ങളോട് അവിശ്വസ്തത കാണിച്ച് സ്തോത്രം നിങ്ങളെ തകർക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെട്ടെങ്കിൽ അവരുടെ നിമിത്തം നിങ്ങളുടെ ഹൃദയം മുറിയണ്ട. ദൈവത്തിൽ ആശ്രയം വെക്കുക, ദൈവത്തെ വിശ്വസ്തയോടെ സേവിക്കുക. കർത്താവ് നിങ്ങളെ കൈവിടില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങളെ തള്ളിപ്പറഞ്ഞ ആ വ്യക്തികൾക്ക് പകരമായി നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന, നിങ്ങളെ കരുതുന്ന, നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുന്ന, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, കൂടെ ഇരിക്കുന്ന, നിങ്ങളുടെ വിജയത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്ന ചില മനുഷ്യരെ ദൈവം കൂട്ടിച്ചേർക്കുവാനിടയായിത്തീരും. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുന്നു, യോസഫിനെ പോലെ ആ സഹോദരന്മാർ ചിന്തിച്ചു, യോസഫ് തനിക്കെതിരെ തങ്ങളോട് പ്രതികാരം ചെയ്യും. പക്ഷേ യോസഫ് അവിടെ പറയുന്നതുണ്ട്, ഒരു കാര്യമുണ്ട്, എന്റെ സകല കഷ്ടങ്ങളും യഹോവ എന്നെ മറക്കുമാറാക്കി. ഒരു മകൻ ജനിച്ചു, മനശ്ശെ, അർത്ഥം മറവി എന്ന. അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? എന്റെ സകല കഷ്ടങ്ങളും സങ്കടങ്ങളും ദൈവം എന്നെ മറക്കുമാറാക്കി. രണ്ടാമതൊരു മകൻ ജനിച്ചു, അർത്ഥം എഫ്രൈം. എന്താ അതിന്റെ അർത്ഥം? ദൈവം എന്നെ വർദ്ധിപ്പിച്ചു, സങ്കടദേശത്തെന്നെ വർദ്ധിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, സഹോദരന്മാർ തള്ളിക്കളഞ്ഞെങ്കിലും, സഹോദരന്മാർ ഉപേക്ഷിച്ചെങ്കിലും ദൈവം യോസഫിനെ ഉപേക്ഷിച്ചില്ല, ദൈവം തള്ളിക്കളഞ്ഞില്ല. അവന്റെ സകല ഭാരങ്ങളും സകല പ്രയാസങ്ങളും മറക്കുമാറാക്കിയ ദൈവം, അവനോട് മനശ്ശയെ നൽകിയ ദൈവം, സങ്കടദേശത്ത് അവനെ വർദ്ധിപ്പിച്ച ദൈവം. ഏത് സഹോദരന്മാരാണോ അവനെ തള്ളിക്കളഞ്ഞത്, ഉപേക്ഷിച്ചത്, അതേ സഹോദരന്മാർ അവന്റെ മുമ്പിൽ വന്ന് വീണ് നമസ്കരിക്കുന്ന നിലയിൽ അവനെ പണ്ട് ദർശനം കാണിച്ചതുപോലെ ദർശനത്തിന്റെ സബലീകരണത്തിലേക്ക് കൊണ്ടുവന്ന ദൈവം ഇന്ന് പകലും ജീവിക്കുന്നത് കൊണ്ട് തിരുവെഴുത്ത് കേൾക്കുന്ന നിങ്ങളോട് ഞാൻ ദൂതായി വിളിച്ചു പറയട്ടെ, നിങ്ങളെ ഇന്ന് മുറിച്ചവരെ, നിങ്ങളുടെ അടുത്ത് നിന്നിട്ട് നിങ്ങൾക്ക് വിരോധമായിട്ട് എഴുന്നേറ്റവരെ, നിങ്ങളെ തകർക്കുവാനായിട്ട് കൂട്ടുകൂടിയവരെ, കക്ഷി ചേർന്നവരെ, അവരെ നിമിത്തം നിങ്ങൾ ഭാരപ്പെടേണ്ട. ദൈവത്തെ മുറുകെ പിടിക്കുക. ഈ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കത്തില്ല. ദൈവത്തോട് ചേർന്ന് കിടക്കുക, ദൈവം നിങ്ങളെ മാനിക്കും. ദൈവത്തോട് ചേർന്നിരിക്കുക, അവരുടെ മുമ്പാകെ നിങ്ങളെ മാനിക്കും. തിരുവെഴുത്ത് പറയുന്നത് പോലെ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന സർവശക്തനായ ദൈവം ജീവിക്കുന്നു. അതുകൊണ്ട് ഈ വഞ്ചനയുടെ ലോകത്ത് കൂടെ നിൽക്കുന്നവൻ ചതിച്ചാലും, കൂടെ നിൽക്കുന്നവർ നിങ്ങളെക്കെതിരായി നിന്നാലും, നിങ്ങൾക്ക് വിരോധമായി നിന്നാലും ഹൃദയം കലങ്ങേണ്ട ആവശ്യമില്ല, തകരേണ്ട ആവശ്യമില്ല. ദൈവം കൈവിടത്തില്ല. ദൈവസ്ഥിതി ചെന്ന് പറ, ദൈവമേ അങ്ങനെ ഒരു നാളും കൈവിടരുത്, അങ്ങനെ ഉപേക്ഷിക്കരുത്. നിശ്ചയമായി നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. കർത്താവ് നിന്നെ തള്ളിക്കളഞ്ഞിട്ടില്ല, കർത്താവ് നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല, കർത്താവ് നിനക്ക് അനുകൂലമായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഈ ദൈവം കൂടെ ഇരിക്കുന്നവർ, ഏതൊക്കെ മനുഷ്യരവരെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ അവർക്ക് വിരോധമായി എഴുന്നേറ്റാലും അവര് തകരില്ല, അവര് ജീവിതത്തിൽ പരാജയപ്പെടില്ല. അവരെ ദൈവം ഉയർത്തുവാനിടയായിത്തീരും. യോസഫിനെ ഉയർത്തിയതുപോലെ, കർത്താവിനെ ഉയർത്തിയതുപോലെ, പ്രൈസ് ദി ലോർഡ്, ഒരു ദാവീദിനെ ദൈവം ഉയർത്തിയതുപോലെ. അബ്ശാലോമിന്റെ വെല്ലുവിളിയൊക്കെ അവസാനിച്ചു. ചരിത്രം ഞാൻ വിവരിക്കുന്നില്ല. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാര്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ ഞാൻ നിങ്ങളൊരു മുന്നറിയിപ്പ് പറയാം, ഈ ദൈവം കൂടെ ഇല്ലെങ്കിൽ, ഈ ദൈവത്തിൽ നമുക്ക് ആശ്രയമില്ലെങ്കിൽ, ഇങ്ങനെ ചില പ്രതിസന്ധിയുടെ ഘട്ടത്തിലൂടെ പോകുമ്പോൾ, സ്നേഹിച്ചവർ, വിശ്വസിച്ചവരൊക്കെ നമുക്ക് വിരോധമായി നിൽക്കുമ്പോൾ, നമ്മെ തകർക്കുവാൻ കൂട്ടം കൂടുമ്പോൾ, നമ്മുടെ ഹൃദയം തകരുവാനിടയായിത്തീരും. ആശ്വസിപ്പിക്കാൻ ആരുമില്ലാതെ വരും. ജീവിതം വലിയ തകർച്ചയിലേക്ക് പോകും. പക്ഷേ ദൈവത്തെ കണ്ടവർക്ക്, കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക്, അവനെ മുറുകെ പിടിക്കുന്നവർക്ക്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എന്റെ ഉപനിധി, ആ ദിവസത്തോളം എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചുമിരിക്കുന്നു എന്ന് പൗലോസിനെ പോലെ പറയാൻ കഴിയുന്നവർക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റും. ആരൊക്കെ എന്നെ വിട്ടുപോയാലും, മനുഷ്യർ മുഴുവൻ എനിക്കെതിരായാലും, എന്റെ ആരൊക്കെ വഞ്ചിക്കാൻ ശ്രമിച്ചാലും, ആരെന്നെ തകർക്കാൻ ശ്രമിച്ചാലും ഞാൻ തകരില്ല. കാരണം ദൈവം എനിക്ക് അനുകൂലമാണ്. മാനിക്കുന്ന വിശ്വസ്തനായ ദൈവം എന്റെ കൂടെയുണ്ട്. നമ്മുടെ ഹൃദയത്തെ തകർത്തു കളയുന്ന, കുലുക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ വിഷയം, മനുഷ്യൻ തന്റെ വാക്കുകളാൽ നമ്മുടെ ഹൃദയത്തെ കുലുക്കിക്കളയാം. ചില മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകൾ ഹൃദയത്തെ കീറി മുറിക്കുന്നതാണ്, തകർത്തു കളയുന്നതാണ്, ധൈര്യം ചോർത്തിക്കളയുന്നതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇയ്യോബിന്റെ ഭാര്യ തന്റെ ജീവിതത്തിലെ ആ വലിയ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ഒരാശ്വാസ വാക്ക് പറയുന്നതിന് പകരം, ബലപ്പെടുത്തുന്നതിന് പകരം ഇയ്യോബിനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാ: നിങ്ങൾ ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളയാ. ഇനിയും നിങ്ങളുടെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ? പ്രിയപ്പെട്ടവരെ, എത്ര മുറിവ് ഇയ്യോബിന്റെ ജീവിതത്തിൽ ഉണ്ടായി കാണും. ഒരാശ്വാസ വാക്ക് പറയാതെ ഇനിയും നീ ഇങ്ങനെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാ?
പ്രാർത്ഥിക്കുന്നത് എന്തിനാ? ദൈവത്തെ വിളിക്കുന്നത് എന്തിനാ? ദൈവത്തെ അങ്ങ് ഉപേക്ഷിച്ചിട്ട് മരിക്കെ. ദൈവം നിന്നെ കൈവിട്ടിരിക്കുന്നു. ദൈവം നിനക്ക് അനുകൂലമല്ല. ദൈവം നിന്റെ ജീവിതത്തിൽ ഇടപെടില്ല. ഒരു വ്യക്തിയെ തകർക്കുന്നതിന് ഇതിനേക്കാൾ വലിയ വാക്കുകൾ വല്ലതും പറയണോ? വാസ്തവമായി ഒരു ദൈവത്തിന്റെ വിടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾ, കർത്താവ് ജീവിതത്തിൽ നിറഞ്ഞു വരുവാൻ ആഗ്രഹിച്ച് ഒരു വിടുതലിന് വേണ്ടി കൊതിച്ചാഗ്രഹിച്ച് കാത്തിരിക്കുമ്പോൾ ചില ആളുകൾ വന്ന് പറയുക, നീ ഇങ്ങനെ കാത്തിരുന്നിട്ട് കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം നിന്നെ കൈവിട്ടിരിക്കുന്നു, ദൈവം നിന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു, നിനക്ക് ദൈവത്തിങ്കൽ ഒരു രക്ഷയുമില്ല. അല്ലെ, സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ നിനക്ക് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് പലരും എന്നെക്കുറിച്ച് പറയുന്നു. എത്ര മുറിപ്പെടുത്തുന്ന വാക്കുകൾ! പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന പലരും ഒരുപക്ഷെ ഇത്തരം വാക്കുകൾ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവരിൽ നിന്നോ ശത്രുക്കളിൽ നിന്നോ ആരിൽ നിന്നുമാകട്ടെ മനുഷ്യരിൽ നിന്ന് തുടർച്ചയായി കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ എത്രയധികം ഹൃദയം മുറിപ്പെടുവാനിടയായിത്തീരും. യോബിന്റെ ജീവിതത്തിൽ തന്റെ ഭാര്യ മാത്രമല്ല, തന്നെ ആശ്വസിപ്പിക്കാനായിട്ട് എന്ന പേരിൽ വന്ന തന്റെ സ്നേഹിതന്മാർ, അല്ലെ, അവരുടെ മട്ടുമാറി ആദ്യമൊക്കെ കുറച്ച് ആശ്വാസവാക്കൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവർ പറയാൻ തുടങ്ങുന്നത്, യോബേ, നീതിമാനായിരുന്നിട്ട് നശിച്ചു പോയത് ആരാ? നിന്റെ ജീവിതത്തിൽ എന്തൊക്കെയോ പരാജയങ്ങളുണ്ട്, നിനക്കെന്തൊക്കെയോ തകർച്ചയുണ്ട്, നീ എന്തോ വലിയ പാപം ചെയ്തിട്ടുണ്ട്, അതാണ് ഈ അനർത്ഥമെല്ലാം നിനക്ക് വരാൻ കാരണം. വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്നാണ് അവരെ കുറിച്ച് വചനം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മനുഷ്യന്റെ വാക്കുകൾ നമ്മെ മുറിപ്പെടുത്തുന്നതാണ്. മനുഷ്യന്റെ വാക്കുകൾ നമ്മുടെ ഹൃദയത്തെ കീറിമുറിക്കുന്നതാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വിടുതലിന് വേണ്ടി പ്രതീക്ഷിച്ച് പ്രാർത്ഥനയ്ക്ക് പോകുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ നിനക്ക് ദൈവത്തിങ്കൽ രക്ഷയില്ല, മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് തളർത്തുന്ന, നിരാശപ്പെടുത്തുന്ന, അവിശ്വാസത്തിന്റെ വാക്കുകൾ പറയുന്ന, കീറി മുറിക്കുന്ന വാക്കുകൾ, ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ ആളുകളുടെ ഹൃദയം ഭാരപ്പെടാറുണ്ട്, വിങ്ങാറുണ്ട്, തകർന്നു പോകാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, കനാൻ ദേശം ഉറ്റുനോക്കുവാൻ പോയ യോശുവയും കാലേബും അവരോടൊപ്പം കടന്നുപോയ ഇസ്രായേൽ മൂപ്പന്മാർ ഇവരൊരുമിച്ച് ആ ദേശത്ത് പോയി ദേശമൊക്കെ കണ്ടു. പക്ഷേ മടങ്ങി വന്ന് ജനത്തോട് രണ്ട് നിലയിലുള്ള മറുപടിയാണ്, റിസൾട്ടാണ് പറഞ്ഞത്. ഇസ്രായേൽ മൂപ്പന്മാർ ഇങ്ങനെയാ പറഞ്ഞത്. നമ്മൾ വായിക്കുന്നത് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിന്റെ 33-34 വാക്യങ്ങൾ. തങ്ങൾ ഒറ്റുനോക്കിയ ദേശത്തെക്കുറിച്ച് അവർ ഇസ്രായേൽ മക്കളോട് ദുർവർത്തമാനമായി പറഞ്ഞതെന്തെന്നാൽ, ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു നല്ല കാര്യമല്ല പറഞ്ഞത്, ദുർവർത്തമാനം. ഞങ്ങൾ സഞ്ചരിച്ചൊറ്റുനോക്കിയ ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശം. ഞങ്ങൾ അവിടെ കണ്ട ജനമൊക്കെയും അതികായകന്മാർ. അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തതികളായ അനാഖ്യ മല്ലന്മാരെ കണ്ടു. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവരുടെ കാഴ്ചയ്ക്കും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. പ്രിയപ്പെട്ടവരെ, വന്നു പറഞ്ഞ റിപ്പോർട്ട് അവർ പറയുകയാണ്, ദുർവർത്തമാനം. സ്തോത്രം. ദൈവം അവർക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്ത ദേശം, ആ ദേശത്ത് പോയി ആ ദേശത്തിന്റെ മനോഹാരിതയോ അവിടെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളോ അല്ല അവർ കണ്ടത്. പകരം അവർ അനാഖ്യ മല്ലന്മാരെ കാണുകയാണ്. അവരുടെ മുമ്പിൽ തങ്ങൾ എത്ര നിസ്സാരരാണെന്ന് അവർ ചിന്തിക്കുക, അവരെത്ര വലിപ്പമുള്ളവരാണെന്ന് പറയുകയാണ്. തിരികെ വന്ന് പറയുകയാണ്, ഒരു കാലത്തും നമ്മൾ അവരെ ജയിക്കുകയില്ല, നന്മ പ്രാപിക്കില്ല. നമ്മൾ യുദ്ധത്തിന് പോയാൽ നമ്മൾ അവരുടെ മുമ്പിൽ തകർന്നു പോകും. ഈ കാര്യത്തെക്കുറിച്ച് യോശുവ പിന്നീട് തന്നെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോശുവ 14-ാം അധ്യായം 8-ാം വാക്യം, എന്നോടുകൂടെ പോന്നിരുന്ന സഹോദരന്മാർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി, ഞാനോ എന്റെ ദൈവമായ യഹോവയോട് പൂർണ്ണമായി പറ്റി നിന്നു. പ്രിയപ്പെട്ടവരെ, യോശുവ പറയുക, അവർ ജനത്തിന്റെ ഹൃദയം ഉരുക്കുമാറാക്കി, തകർത്തു കളഞ്ഞു. പറഞ്ഞ റിപ്പോർട്ട്, നന്മ പ്രാപിക്കാൻ പറ്റില്ല. ഇന്നും അതല്ലേ ചില ആളുകൾ, നീ എത്ര പ്രാർത്ഥിച്ചാലും ഒരു നന്മ പ്രാപിക്കത്തില്ല, നീ എത്ര ഉപവസിച്ചാലും ഒരു വിടുതൽ ഉണ്ടാകത്തില്ലെന്ന്
പലരും പറയുക നന്മ പ്രാപിക്കത്തില്ലെന്ന് പറയുക, ഒരു വിടുതൽ പ്രാപിക്കത്തില്ലെന്ന് പറയുക അല്ലേ? ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇത്തരം വാക്കുകൾ ചുറ്റും കേൾക്കുമ്പോൾ ഒരു ആത്മീകൻ എന്താ പറയേണ്ടത്? യോശുവയും കാലേബും പറഞ്ഞൊരു കാര്യമുണ്ട്. യഹോവ നമ്മിൽ പ്രസാദിച്ചാൽ, ശത്രുക്കൾ എത്ര പ്രബലന്മാരാണെങ്കിലും അവർ എത്ര വലിയവരാണെങ്കിലും ദൈവം നമ്മുടെ കൂടെ ഇരുന്നാൽ യഹോവ നമുക്ക് ആ ദേശം തരുവാനിടയായി തീരും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിനക്കൊരു നന്മ പ്രാപിക്കണമെങ്കിൽ, ഒരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, നിന്റെ ഹൃദയം തകർന്നു പോകാതെ, നിന്റെ ഹൃദയം അല്ലെ ദൈവം ഉടഞ്ഞു പോകാതെ ഹൃദയം ഉറപ്പോടെ നിൽക്കണമെങ്കിൽ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ദൈവം നമുക്ക് അനുകൂലമായിരുന്നാൽ, ദൈവം നമ്മുടെ കൂടെ വന്നാൽ, ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ, ദൈവം നമ്മെ ബലപ്പെടുത്തിയാൽ നിശ്ചയമായി നാം ദൈവിക അനുഗ്രഹം പ്രാപിച്ചെടുക്കുമെന്ന വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം. ശത്രുവിന്റെ അവിശ്വാസത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കരുത്. ദാവീദ് പറഞ്ഞതുപോലെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നെഗറ്റീവായിട്ടുള്ള വർത്തമാനങ്ങള്, തളർത്തുന്ന വർത്തമാനങ്ങള് പലരും പറയട്ടെ, അത്തരം വാക്കുകളെ ശ്രദ്ധിക്കല്ലേ, അത്തരം വാക്കുകൾക്ക് ചെവി കൊടുക്കരുത്. വിശ്വാസത്തിന്റെ വാക്ക് പറ. ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് പറ, ദൈവം എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറ, യഹോവ എന്റെ കൂടെ ഇരുന്നാൽ ഞാൻ വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കുമെന്ന് പറ. നീ വിശ്വാസത്തിന്റെ വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോ ദൈവം നിന്റെ കൂടെ ഇരിക്കുവാനിടയായി തീരും. ശത്രുവിന്റെ ബലത്തെയും അവന്റെ ഉയരത്തെയും അവന്റെ പല വലുപ്പത്തെ കുറിച്ചും അവന്റെ കരുത്തിനെ കുറിച്ചും പറയാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ ദൈവത്തിന്റെ ബലത്തെ കുറിച്ച് പറയാനാണ്, നമ്മുടെ ദൈവത്തിന്റെ ശക്തിയെ കുറിച്ച് പറയാനാണ്, നമ്മുടെ ദൈവത്തിന്റെ കരുത്തിനെ കുറിച്ച് ഘോഷിക്കുവാനാണ്, അവിടുത്തെ മഹത്വത്തെ കുറിച്ച് ഘോഷിക്കുവാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. മനുഷ്യന്റെ വാക്കുകൾ ഹൃദയത്തെ ഉരുക്കിക്കളയും, ബലഹീനമാക്കും. നമ്മൾ വായിക്കുന്നത്, ഒരു രാത്രി മുഴുവൻ ജനം നിലവിളിച്ചു, സ്വസ്ഥത നഷ്ടപ്പെട്ട്, സമാധാനം നഷ്ടപ്പെട്ട്, ഈ റിപ്പോർട്ട് കേട്ട് ആളുകൾ പരാജയപ്പെട്ടു. പക്ഷേ വചനം പറയുന്നത്, യോശുവയും കാലേബും നിവർന്നു നിന്ന്, ധൈര്യത്തോടെ നിന്ന്, യഹോവയോട് പറ്റി നിന്ന് ജനത്തെ കാര്യം ബോധ്യപ്പെടുത്തി വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അതുകൊണ്ട് എന്തു സംഭവിച്ചു? യോശുവയും കാലേബും പറഞ്ഞതുപോലെ കനാൻ നാട് അവർ സ്വന്തമാക്കാനിടയായി. ഇന്ന് വിശ്വാസത്തിന്റെ വാക്കുകൾ പറഞ്ഞാട്ടെ, ദൈവം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാട്ടെ, ദൈവം ഒരവസ്ഥയ്ക്ക് വ്യത്യാസം വരുത്തുമെന്ന് പറഞ്ഞാട്ടെ, അത്തരം വാക്കുകൾ പറയുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ. മനുഷ്യന്റെ വാക്കുകൾ നമ്മളെ കുലുക്കിക്കളയും, തകർത്തുകളയും. സ്തോത്രം. മനുഷ്യൻ കുറ്റം പറയും, നാം ചിന്തിച്ചു കഴിഞ്ഞു. മനുഷ്യൻ അവിശ്വാസത്തിന്റെ വാക്ക് പറയും, തീർന്നില്ല. മനുഷ്യൻ ചിലപ്പോൾ ഭീഷണിപ്പെടുത്തും. മനുഷ്യന്റെ വാക്കുകളാണ് ഭീഷണിപ്പെടുത്തും. ഭീഷണി കേട്ടാൽ കുലുങ്ങാത്തവരില്ല, ഒരുമാതിരിപ്പെട്ടവരൊക്കെ കുലുങ്ങുവാനിടയായിത്തീരും. നമുക്കെല്ലാവർക്കും അറിയാം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാം വാക്യം, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണിത്വങ്കൽ ഭയപ്പെടരുത്, കുലുങ്ങുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിപ്പീൻ. അവരുടെ ഭീഷണിയിൽ കുലുങ്ങരുത്, കലങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, ഭീഷണിപ്പെടുത്തുന്നത് ശത്രുവിന്റെ ഒരു വലിയ പദ്ധതിയാണ്. നമുക്കറിയാം, ഏലിയാവ് ശക്തനായ മനുഷ്യനായിരുന്നു. പക്ഷേ ആ ശക്തനായ ഏലിയാവിനെ, സ്തോത്രം, കർമ്മേൽ പർവ്വതത്തിൽ പ്രാർത്ഥനയിൽ തീയിറക്കി വലിയ ദൈവപ്രവൃത്തി ചെയ്തവൻ, ഒരു ജനത്തെ മുഴുവൻ ദൈവഭാഗത്തേക്ക് തിരിച്ചവൻ. പക്ഷേ രാജ്യം ഭരിക്കുന്ന രാജാവിന്റെ ഭാര്യ ഇസബേലിന്റെ ഭീഷണിക്ക് മുമ്പിൽ ഏലിയാവ് ഭയപ്പെട്ടു. ചുരച്ചെട് തണലിൽ പോയി മരിക്കാൻ ആഗ്രഹിച്ചു. നോക്കണേ, എത്ര ശക്തമായി നിന്നയാൾ, എത്ര കരുത്തോടെ നിന്നയാൾ ഭീഷണിയുടെ മുമ്പിൽ ഇതാ പരാജയപ്പെട്ട്, ഭയപ്പെട്ട്, ഹൃദയം തകർന്ന് മരിക്കാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭീഷണി എന്ന് പറയുന്നത് അനേകരെ കുലുക്കുന്നതാ. ഭീഷണിയുടെ മുമ്പിൽ അനേകരെ കുലുങ്ങിപ്പോകും. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നു, ഭീഷണിയുടെ മുമ്പിൽ കുലുങ്ങരുത്. കാരണം അവിടെ നമ്മൾ വായിക്കുന്നത്, പത്രോസ് പറയുന്നു, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ, അവരുടെ ഭീഷണിത്വങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കർത്താവായ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി വിശുദ്ധീകരിക്കുകയും. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഒരു ഭീഷണിയുടെ മുമ്പിലും ആത്മികൻ ഭയപ്പെടരുത്. കാരണം നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവ് യേശുവാണ്. ഹൃദയത്തിൽ കർത്താവിനെ വിശുദ്ധീകരിച്ചിരിക്കുന്നവർ, അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവർ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നത് യേശുവാണ്. ജീവിതത്തിന്റെ നിയന്ത്രിതാവ് യേശുവാണ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കർത്താവിനാണ് നിങ്ങൾ സ്ഥാനം കൊടുത്തിരിക്കുന്നതെങ്കിൽ, കർത്താവാണ് നിങ്ങളുടെ ഹൃദയത്തെ നിയന്ത്രിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിന്റെ അധികാരി യേശുവാണെങ്കിൽ
ഒരു മനുഷ്യന്റെ ഭീഷണിയെയും നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഏലിയാവ് ഭീഷണിയുടെ മുമ്പിൽ പരാജയപ്പെട്ട് ഭയപ്പെട്ട ചൂരച്ചെടി തണലിൽ മരിക്കാൻ ആഗ്രഹിച്ചെങ്കിലും കർത്താവ് അവനെ അങ്ങനെ വിട്ടില്ല. വചനം പറയുന്നത് തട്ടി ഉണർത്തി കനൽമേൽ ചുട്ടയപ്പവും തുരുത്തിയിലെ വെള്ളവും കൊടുത്ത് തന്റെ ദാസനെ ബലപ്പെടുത്തി, എഴുന്നേൽക്കാ, നിനക്ക് ദൂരയാത്ര ചെയ്യാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് തട്ടി ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ഇന്ന് പകൽ നീ ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ദൈവവേദനാണെങ്കിൽ, ചില ഭീഷണികളുടെ മുമ്പില്, ചില വെല്ലുവിളികളുടെ മുമ്പില് പരാജയപ്പെട്ട് നിൽക്കുകയാണെങ്കിൽ നിന്നെ തട്ടി ഉണർത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. നിന്നെ ധൈര്യപ്പെടുത്തുന്ന ഒരു ദൈവം ജീവിക്കുന്നു. തിരുവെഴുത്ത് പറയുന്ന പോലെ ഭീഷണിപ്പെടുത്തിയ ഇസബേൽ തകരാനിടയായി. അവിടെ അന്ത്യം വളരെ ശോചനീയമായിരുന്നു. പക്ഷേ ഭീഷണി കേട്ട് ഭയപ്പെട്ട ഏലിയാവ്, അല്ലേ, സ്തോത്രം, അവന്റെ അന്ത്യം, ഏലിയാവിന്റെ അന്ത്യം നമുക്കറിയാം. ഏലിയാവിനെ ദൈവം മാനിക്കാനിടയായി. അഗ്നിമയ രഥങ്ങളോടുകൂടെ സ്വർഗത്തിലേക്ക് ദൈവം എടുക്കുവാനിടയായി. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഭീഷണിപ്പെടുത്തുന്ന പിശാച്, ഭീഷണിപ്പെടുത്തുന്ന മനുഷ്യര്, ഒരു മനുഷ്യന്റെയും ഭീഷണിയുടെ മുമ്പിൽ ഭയപ്പെടരുത്. വചനം പറയുന്നത് പോലെ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? കാരണം കർത്താവ് അനുവദിക്കാതെ ഒരു ശത്രുവിനും നമ്മെ തൊടുവാൻ കഴിയില്ല. ആർക്കും നമുക്ക് വിരോധമായി വിരൽ അനക്കുവാൻ കഴിയില്ല. വിശ്വാസത്തോടെ ഹൃദയങ്ങളിൽ കർത്താവിനെ വിശുദ്ധീകരിച്ചാട്ട് ഹൃദയത്തിന്റെ നിയന്ത്രണം യേശുവിന് കൊടുക്കുവാൻ തയ്യാറുണ്ടെങ്കിൽ എല്ലാ ഭീഷണികളുടെ നടുവിലും നിങ്ങൾ ജയിക്കുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയുന്ന സാഹചര്യങ്ങൾ. ഒന്ന്, നമ്മുടെ ഏറ്റവും അടുത്ത പ്രിയപ്പെട്ടവർ നമ്മോട് കാണിക്കുന്ന വിശ്വാസ വഞ്ചന. രണ്ടാമത്തെ കാര്യം, മനുഷ്യന്റെ വാക്കുകൾ. അത് നമ്മുടെ ഹൃദയത്തെ തകർത്ത് കളയാനിടയായി തീരും. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്നും എങ്ങനെ വിജയം നേടാം എന്നും ഞാൻ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു. മൂന്നാമതായിട്ട്, അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ വായിച്ച കുറിവാക്യത്തിൽ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അത് കർത്താവ് പറയാനുള്ള കാരണം, യേശു കർത്താവ് അവരെ വിട്ട് പിതാവിന്റെ അടുക്കിലേക്ക് പോവുകയാണ്. പിതാവിന്റെ അടുക്കിലേക്ക് യേശു കർത്താവ് പോകുമ്പോൾ നാഥനില്ലാത്ത, ഗുരുനാഥനില്ലാത്ത ഒരു ജീവിതം ശിഷ്യന്മാർക്ക് സഹിക്കാൻ കഴിയില്ല. അവരുടെ ഹൃദയം കലങ്ങും, അവർ തകർന്നു പോകും. ഇതറിഞ്ഞുകൊണ്ട് കർത്താവ് അവരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. പ്രിയപ്പെട്ടവരെ, ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് കർത്താവ് പറയുക മാത്രമല്ല, കലങ്ങിപ്പോകാതിരിക്കാൻ എന്തു ചെയ്യണം, അല്ലെങ്കിൽ അതിനുവേണ്ടി കർത്താവ് എന്തൊക്കെയാണ് നമുക്ക് നൽകുന്നത്, എന്തൊക്കെ പദ്ധതികളാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് എന്നും കർത്താവ് അവിടെ വെളിപ്പെടുത്തുകയാണ്. ഇനിയുള്ള ചില നിമിഷങ്ങൾ നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് നാം മനസ്സിലാക്കേണ്ടത് എന്ന വിഷയമാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തെ വിഷയം, കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ വിശ്വസിക്കണം, ദൈവത്തിൽ വിശ്വസിക്കണം, എന്നിലും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഹൃദയം കലങ്ങിപ്പോകാതിരിക്കാൻ, തകർന്നു പോകാതിരിക്കാൻ അടിയന്തരമായിട്ട് നമ്മിൽ ഉണ്ടാകേണ്ടത് ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസമാണ്. വിശ്വാസം എന്ന വാക്കിന്, ആ വാക്കിനകത്ത് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, അറിവെന്ന് പറയുന്ന ഒരു കാര്യമാണ്, അറിയുക. രണ്ടാമത്തെ കാര്യം അംഗീകരിക്കുക. മൂന്നാമത്തെ കാര്യം ആശ്രയിക്കുക. എന്താണ് അറിവ്? ദൈവത്തിൽ വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ ദൈവത്തെ കുറിച്ച് അറിയണം, അവിടുത്തെ സ്വഭാവത്തെ കുറിച്ച് അറിയണം, അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ച് അറിയണം. അതിനെക്കുറിച്ച് അറിയുന്ന ഒരു വിശ്വാസി, സ്തോത്രം, ആ അറിവ് അവൻ ഏറ്റവും വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു അറിവാണ്. ആ അറിവ് കിട്ടുന്ന ഒരു വ്യക്തി ആ അറിവിൽ അംഗീകരിക്കണം. ആ അറിവ് ലഭിച്ച ഒരു വ്യക്തി ആ അറിഞ്ഞ കാര്യത്തെ അംഗീകരിക്കണം. അംഗീകരിക്കുക മാത്രമല്ല, ആ വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കണം. എന്താണോ താൻ അറിഞ്ഞത്, ആ അറിഞ്ഞ കർത്താവിൽ അവൻ ആശ്രയിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെക്കുറിച്ച് നാം അറിയുമ്പോൾ, അവിടുത്തെ മഹത്വത്തെക്കുറിച്ച് തിരിച്ചറിയുമ്പോൾ, അവിടുത്തെ പ്രവൃത്തികളെ കുറിച്ച് അറിയുമ്പോൾ, നാം അറിഞ്ഞിട്ട് അംഗീകരിക്കുകയും ആ ദൈവത്തിൽ ആശ്രയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ദൈവം രക്ഷകനാണെന്നറിഞ്ഞാൽ അറിയുക മാത്രമല്ല, അംഗീകരിക്കുകയും അവിടുത്തെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുകയും ചെയ്യുമ്പോഴാണ് വിശ്വാസം പൂർണ്ണമാകുന്നത്. അവിടുന്ന് സൗഖ്യദായകനാണെന്നറിഞ്ഞാൽ ആ അറിവിൽ അംഗീകരിക്കുകയും സൗഖ്യദായകനായ കർത്താവിൽ സൗഖ്യത്തിനായി ആശ്രയിക്കുമ്പോഴാണ് സൗഖ്യമുണ്ടാകുന്നത്.
പ്രൈസ് ദി ലോർഡ്. ദൈവം പ്രത്യാശ നൽകുന്ന ദൈവമാണെന്നറിഞ്ഞാൽ ആ അറിവ് അംഗീകരിക്കുകയും പ്രത്യാശയ്ക്കായി അവിടുത്തെ മുഖത്തേക്ക് നോക്കുമ്പോഴാണ്, ആശ്രയിക്കുമ്പോഴാണ് നമ്മിൽ പ്രത്യാശ ഉണ്ടാകുന്നത്. അങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ആ അറിവിനെ അംഗീകരിക്കുകയും ആശ്രയിക്കുകയും ചെയ്യുക എന്നതാണ് വിശ്വാസം. യേശു പറയുക, നിങ്ങൾ പിതാവിലും എന്നിലും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹൃദയം തകർച്ചയിൽ നിന്ന് മാറാൻ, ഹൃദയ തകർച്ചയിൽ രക്ഷപ്പെടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസം എന്നതാണ്. ദൈവത്തിലുള്ള ആഴമേറിയ വിശ്വാസം. രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന എന്ന് പറയുന്നതാണ്. നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ തന്നെ ഉള്ളം കലങ്ങിയപ്പോൾ, തകർന്നപ്പോൾ കർത്താവ് പ്രാർത്ഥനാ മുറിയിലേക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് പോയി. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഞാൻ എന്തു പറയേണ്ടു? പിതാവേ, ഈ നാഴികയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, ഇത് നിമിത്തം ഞാൻ ഈ നാഴികയിലേക്ക് വന്നിരിക്കുന്നു. ഗതസമനിയിൽ കർത്താവ് പ്രാർത്ഥിക്കുകയാണ്. വചനം കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഉള്ളം കലങ്ങുമ്പോ, ഹൃദയത്തിൽ വ്യഥ വരുമ്പോ, ഏത് സാഹചര്യങ്ങൾ കൊണ്ട് ഹൃദയം കലങ്ങിയാലും, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ മറ്റുള്ളവർ വിശ്വാസവഞ്ചന കാണിച്ചാലും, വാക്കുകൾ കൊണ്ട് നിന്റെ ഹൃദയത്തെ കലക്കിയാലും, ആ കലക്കത്തിന് പരിഹാരമുണ്ടാകാൻ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന മാർഗമാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്. നീ പ്രാർത്ഥനയ്ക്ക് മുഴങ്കാലും അടക്കുമ്പോൾ വചനം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്ന ദൈവം. പ്രാർത്ഥനാ മുറിയിലേക്ക് ചെല്ല്. നിന്റെ ഹൃദയത്തിലെ വിഷമങ്ങൾ ദൈവസന്നിധിയിൽ പങ്കുവെക്ക്. നിന്റെ ഭാരം അവിടെ ഇറക്കി വെക്ക്. നിന്റെ ഭാരം യഹോവയുടെ മേലിട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് വചനം പറയുന്നെങ്കിൽ, പ്രാർത്ഥന എന്ന് പറയുന്നതാണ് ഹൃദയനുറുക്കത്തിൽ നിന്ന്, തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള മാർഗം. യേശു പ്രാർത്ഥിക്കുവാനിടയായി. പ്രൈസ് ദി ലോർഡ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, വിശ്വാസം, രണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം ദൈവത്തിന്റെ പത്യവചനത്തിലേക്ക് തിരിക എന്നുള്ളതാണ്. നമുക്കറിയാം, മനുഷ്യന്റെ വാക്കുകൾ നമ്മളെ കലക്കുമ്പോൾ, നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, നമ്മുടെ ധൈര്യം ചോർത്തിക്കളയുമ്പോൾ, നമ്മിൽ അവിശ്വാസം കൊണ്ട് നിറയ്ക്കുമ്പോൾ, നമ്മിൽ സംശയം കൊണ്ടുവരുമ്പോൾ, ഇതാ ദൈവത്തിന്റെ സത്യവചനത്തിനടുക്കിലേക്ക് ഞാനും നിങ്ങളും തിരിഞ്ഞാൽ, വചനം നമ്മളെ ജീവിപ്പിക്കുന്നതാണ്, വചനം നമ്മളെ ഉറപ്പിക്കുന്നതാണ്, വചനം നമ്മളെ ശക്തീകരിക്കുന്നതാണ്, വചനം അത്ഭുതകരമായി നമുക്ക് വിശ്വാസം നൽകുന്നതാ. തിരുവെഴുത്ത് പറയുന്നത് പോലെ, വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. പ്രൈസ് ദി ലോർഡ്. തെസ്സലോനിക്കയിലെ വിശ്വാസികൾ അവരുടെ വിശ്വാസ ജീവിതത്തിൽ അവർ കുലുങ്ങിയപ്പോൾ, അവർ തകർന്നപ്പോൾ, അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ധന്യനായ പൗലോസ് തിമത്തിയോസ് എന്ന് പറയുന്ന യൗവനക്കാരനായ സുവിശേഷകനെ അവിടെ അയച്ചു. എന്തിനാ അയച്ചത്? അവരെ വിശ്വാസ വചനം പറഞ്ഞ് ഉറപ്പിക്കാൻ. തിമത്തിയോസ് അവിടെ ചെന്നു, അവരോട് ഈ വിശ്വാസത്തിന്റെ വചനം പറഞ്ഞു. തിരുവെഴുത്ത് പറയുന്നത്, അവർ വിശ്വാസത്തിൽ ഉറച്ചു, അവർ കർത്താവിൽ നിലനിന്നു. പ്രിയപ്പെട്ടവരെ, വചനം നമ്മെ ഉറപ്പിക്കുന്നതാ. കലങ്ങിയ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, ഭീഷണിയുടെ മുമ്പില്, അപവാദത്തിന് മുമ്പില്, അല്ലെ വഞ്ചനയുടെ മുമ്പില് തകർന്നിരിക്കുന്ന നീ തിരുവെഴുത്തിലേക്ക് വരാമെങ്കിൽ, വചനത്തിന്റെ അടുക്കിലേക്ക് വന്നാൽ നിന്റെ മുറിവ് കെട്ടുന്ന വചനം, ആശ്വസിപ്പിക്കുന്ന വചനം, നിന്നെ ധൈര്യപ്പെടുത്തുന്ന വചനം, ഈ വചനം നമ്മെ ഉറപ്പിക്കുന്ന വചനമാണ്. സ്തോത്രം. അതുകൊണ്ട് തിരുവെഴുത്തിലേക്ക് മടങ്ങി വരിക, വിശ്വാസത്തിന്റെ വചനത്തിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ് ഹൃദയത്തിന്റെ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അടുത്ത കാര്യം യേശു അവിടെ പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. പ്രിയപ്പെട്ടവരെ, നിത്യതയുടെ പ്രത്യാശയിൽ ജീവിക്കുക, ഭാഗ്യകരമായ പ്രത്യാശയിൽ ജീവിക്കുക, സ്വർഗീയ പ്രത്യാശയിൽ ജീവിക്കുക. അതാണ് യേശു അവർക്ക് കൊടുത്ത, അല്ലെ, ഹൃദയം കലങ്ങുന്നതിനുള്ള പരിഹാര മാർഗം. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകത്തിലേക്ക് നോക്കിയാൽ ഹൃദയം കലങ്ങിപ്പോകും. ചുറ്റുപാടും നോക്കിയാൽ പക്ഷേ നിങ്ങൾക്ക് ധൈര്യപ്പെടുവാൻ, ആശ്വസിക്കുവാൻ ഒന്നും ഉണ്ടാകില്ല. ഈ തകർന്ന പ്രതിസന്ധി നിറഞ്ഞ ഈ ലോകത്ത്,
അല്ലെ മുറിപ്പെടുത്തുന്നവരുള്ള ഈ ലോകത്ത്, പ്രശ്നസങ്കീർണമായ ഈ സാഹചര്യത്തില് ഉറപ്പുള്ള പ്രത്യാശയ്ക്ക് മാത്രമേ നമ്മളെ ധൈര്യപ്പെടുത്തുവാൻ പറ്റുകയുള്ളൂ. കലങ്ങിയ നിങ്ങളുടെ ഹൃദയത്തിന് ധൈര്യം നൽകുവാൻ നിത്യതയുടെ പ്രത്യാശയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. യേശു പറയുക, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ ഞാൻ സാരമില്ല എന്ന് എണ്ണുന്നു. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആ ഭാഗ്യകരമായ പ്രത്യാശയിൽ ജീവിക്കുക എന്നുള്ളതാണ് ഹൃദയം കലങ്ങുന്നതിന് ഏറ്റവും വലിയ പരിഹാരം എന്ന് പറയുന്നത്. അടുത്ത കാര്യം കർത്താവ് പറഞ്ഞു, അതിന്റെ 16-ാമത്തെ വാക്യം, യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. അവിടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. പ്രിയപ്പെട്ടവരെ, ഹൃദയം കലങ്ങുന്നതിന്, ഹൃദയത്തിലെ പ്രതിസന്ധികൾക്ക്, ഹൃദയം ഉരുകിപ്പോകുന്നതിന് പരിഹാരമായി കർത്താവ് പറയുക, നിങ്ങൾക്ക് ഞാനൊരു കാര്യസ്ഥനെ നൽകും. ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ നിങ്ങൾക്കൊരു കാര്യസ്ഥനെ നൽകും. അവിടെ കാര്യസ്ഥൻ എന്ന പദം പാരാക്ലിറ്റോസ് എന്ന് പറയുന്ന ഗ്രീക്ക് പദമാണ്. എന്താണ് പദത്തിന്റെ അർത്ഥം? ആശ്വാസപ്രദൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനാ, ആശ്വസിപ്പിക്കുന്നവനാ. ഹൃദയം തകർന്നിരിക്കുന്നവർക്ക്, ഉടഞ്ഞിരിക്കുന്നവർക്ക് എന്താ വേണ്ടത്? ഒരു ആശ്വാസത്തിന്റെ വാക്ക്. സ്തോത്രം. ഇയ്യോബിന്റെ സ്നേഹിതന്മാര് വന്ന് ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നത് പകരം വ്യസനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞപ്പോ, തന്റെ ഭാര്യ അല്ലെ അവിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞപ്പോ, ഇതാ പരിശുദ്ധാത്മാവിനെ പിതാവ് നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുകയാ, കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ്. വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയം തകർന്നിരിക്കുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ഉടഞ്ഞിരിക്കുന്നെങ്കിൽ, നിങ്ങളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ലെങ്കിൽ, ആശ്വസിപ്പിക്കുന്ന ഒരു പരിശുദ്ധാത്മാവിനെ നൽകിയിട്ട് അവിടുന്ന് പോയിരിക്കുന്നത്. ആത്മാവിന്റെ അടുത്തേക്ക് ചെല്ലുക, ആത്മാവിന്റെ കൂട്ടായ്മയിലേക്ക് അടുത്തു വരിക. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്, സകല തകർച്ചകളെയും മാറ്റുന്ന കർത്താവാണ്. ആത്മാവിന്റെ ആശ്വാസം അനുഭവിക്കുന്നവർക്കായിട്ട് ഞാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന്റെ തകർച്ചയിൽ നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ അവസാനമായി കർത്താവ് ഒരു കാര്യം കൂടെ തന്നിട്ടാണ് പോയത്. അത് നമുക്ക് അതിന്റെ 27-ാമത്തെ വാക്യത്തിൽ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയുമരുത്. ഹൃദയം കലങ്ങാതിരിക്കാൻ, ഹൃദയം തകരാതിരിക്കാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്നു അവിടുത്തെ സമാധാനം. ദൈവത്തിന്റെ സമാധാനം പണം കൊടുത്താൽ മേടിക്കുന്ന സമാധാനമല്ല, ലോകം തരുന്ന സമാധാനമല്ല, ലോകത്തിലെ വസ്തുവകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സമാധാനമല്ല. വചനം പറയുന്നത് പോലെ ധാന്യവും വീഞ്ഞും അവർക്കുണ്ടായതിലും അധികം സന്തോഷം. പണം കൊണ്ട് മേടിക്കാൻ പറ്റാത്ത സന്തോഷം, അധികാരം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത സന്തോഷം, ദൈവിക സമാധാനം. അതെങ്ങനെയാ നമ്മിലേക്ക് വരുന്നത്? ഫിലിപ്പിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത് പോലെ നിങ്ങളുടെ സകല ആവശ്യങ്ങളും ദൈവത്തോട് അറിയിക്കത്രേ ചെയ്യേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനാ മുറിയിലേക്ക് ചെന്നാട്ടെ, വചനത്തിന്റെ അടുത്തിലേക്ക് ചെന്നാട്ടെ, ആത്മാവിന്റെ അടുത്തേക്ക് ചെന്നാട്ടെ. ഈ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കാൻ തുടങ്ങും. കലങ്ങിയ നിങ്ങളുടെ ഹൃദയത്തിന് പരിഹാരമുണ്ടാകും. നിങ്ങൾ ഉറപ്പും ധൈര്യമുള്ളവരായി മാറും, നിങ്ങൾ പ്രത്യാശയുള്ളവരായി മാറും, നിങ്ങൾ കരുത്തുള്ളവരായി മാറും. ആരൊക്കെ കൈവിട്ടാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ അപവാദം പറഞ്ഞാലും, ആരൊക്കെ നിങ്ങൾക്കെതിരെ ഭീഷണി മുഴക്കിയാലും, ആരൊക്കെ നിങ്ങളെ അവിശ്വസിച്ചാലും, ഏത് പ്രാണസ്നേഹിതൻ നിങ്ങൾക്ക് വിരോധമായി വഞ്ചന പ്രവർത്തിച്ചാലും നിങ്ങൾ പിന്മാറത്തില്ല, നിങ്ങൾ അധൈര്യപ്പെട്ടു പോകത്തില്ല, നിങ്ങൾ നിരാശപ്പെട്ടു പോകത്തില്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ സൂയിസൈഡിനെ പറ്റി ചിന്തിക്കത്തില്ല. നിങ്ങൾ പ്രത്യാശയോടെ നിൽക്കും, ധൈര്യത്തോടെ നിൽക്കും. കാരണം നിങ്ങളെ നടത്തുന്ന ഒരു ദൈവമുണ്ട്, സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്, നിങ്ങളെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കലക്കിക്കളയുന്ന കാര്യങ്ങൾ, വിശ്വാസവഞ്ചന, മനുഷ്യന്റെ വാക്കുകൾ, സ്തോത്രം, വേർപാട്, ബന്ധങ്ങളുടെ തകർച്ചകൾ, ഇതൊക്കെ ഉണ്ടായാലും തകർന്നു പോകാത്തൊരു ബന്ധം, കൂടെയിരിക്കുന്ന കർത്താവ്, വിട്ടുകളയാത്ത ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ സമാധാനം നമുക്ക് നൽകിയിരിക്കുന്ന, അവിടുത്തെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്ന, പ്രൈസ് ദി ലോർഡ്, പ്രത്യാശ കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുന്ന ആ ദൈവത്തിൽ നമുക്ക്
ഇന്ന് ആഴമായി വിശ്വസിക്കാം. ആ ദൈവത്തിന്റെ പ്രത്യാശയിൽ നമുക്ക് ചാരാം. ഈ ദൈവത്തിന്റെ അടുക്കിലേക്ക് നമുക്ക് പോകാം. കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കട്ടെ. അവിടെ നമ്മളെ സ്ഥിരപ്പെടുത്തട്ടെ. അവിടുന്ന് നമ്മളെ ധൈര്യപ്പെടുത്തട്ടെ. കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. അളവ് കൂടാതെ ഞങ്ങളെ സ്നേഹിച്ചു വഴി നടത്തുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട ദൈവമേ, പരിശുദ്ധനത്തിനുമായ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ മനോഹരമായ നല്ല സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ തിരുനാമത്തെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയത്തെ കർത്താവെ കലക്കി കളയുന്ന, ഞങ്ങളെ ക്ഷീണിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ പഠിക്കാനിടയായി. അതിനിടെ എങ്ങനെ ജയം നേടണമെന്ന് ആത്മാവ് ഞങ്ങളോട് സംസാരിച്ചല്ലോ. ഇന്ന് ഈ കേട്ട വചനം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. ഹൃദയം നുറങ്ങിയവരായി, കലങ്ങിയവരായി ആരെങ്കിലും ഈ ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ ദൈവങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും ധൈര്യവും പ്രത്യാശയും അവർക്ക് കൊടുക്കുകയും ചെയ്യണമേ. നിന്റെ നാമത്തിൽ അങ്ങയുടെ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ അനുഗ്രഹം കൊണ്ട് എല്ലാവരും നിറയ്ക്കണം. യേശു ക്രിസ്തുവിൻ വലിയൊരു നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഇത്രത്തോളം സമയം ദൈവത്തിന്റെ വചനം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ വന്ദനം പറയുന്നു. കർത്താവ് നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.